സ്ഥലമുണ്ട്, ജെംസ് ലേക്ക് എന്ന് പറയും. അവിടെ ക്യാമ്പിങ് ചെയ്യാനായിട്ട് പോവാണ്. അപ്പോൾ ഞങ്ങളുടെ ഒപ്പം ഒരു 3-4 ഫാമിലീസ് ഉണ്ട്. അപ്പോൾ എല്ലാവരും കൂടിയാണ് നമ്മൾ പോക്ക്. അപ്പോൾ ആ വീഡിയോ ആണ് ഇന്നത്തെ എൻ്റെ കണ്ടന്റ് എന്ന് പറയുന്നത്. അപ്പോൾ എല്ലാവരും വീഡിയോ ത്രൂ ഔട്ട് കാണുക. അപ്പോൾ ഞങ്ങളിപ്പോൾ ഓൾമോസ്റ്റ് ഇനി 1 hour കൂടി ഉണ്ട്. ആ ടൈം ആയപ്പോഴാണ് ഞാൻ വീഡിയോ എടുക്കാൻ തുടങ്ങിയത്. ഫസ്റ്റ് തന്നെ ഞങ്ങൾ സ്റ്റാർട്ട് ചെയ്തത് ടിമ്മിന്നാണ് സ്റ്റാർട്ട് ചെയ്തത്. അവിടെ നിന്ന് ബ്രേക്ക്ഫാസ്റ്റും കഴിച്ചു, വണ്ടി ഓടിച്ചുകൊണ്ടിരിക്കുകയാണ്. പിന്നെ അതിൻ്റെ ഇടയിൽ ഞങ്ങൾ 2 പ്രാവശ്യം നിർത്തി. പിള്ളേർക്കൊക്കെ ടോയ്ലറ്റിലൊക്കെ പോകാനൊക്കെ ഉണ്ടായിരുന്നു. അപ്പം അങ്ങനെ ഇപ്പം ഞങ്ങൾ പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇനി ഒരു 1 hour കൂടി ഉണ്ട്. അപ്പോൾ നമുക്ക് ടെൻ്റ് അടിക്കുന്നതും പിന്നെ രാത്രിത്തെ ഞങ്ങളുടെ ഫുഡ് ഉണ്ടാക്കലും പരിപാടി കാര്യങ്ങളെല്ലാം ത്രൂ ഔട്ട് വീഡിയോയിൽ കാണാം കേട്ടോ. ഇതൊരു ലോങ് വീക്കെൻഡ് ആയിരുന്നു. അപ്പോൾ ഞങ്ങൾ പ്ലാൻ ചെയ്ത് പോവുകയാണ്. അപ്പോൾ 2 ദിവസത്തേക്ക് ഉള്ള പ്ലാനാണ്. ഇന്ന് നൈറ്റ് സ്റ്റേ, പിന്നെ നാളെ മോർണിംഗ് ഒരു ആഫ്റ്റർനൂണോടെ തിരിക്കുക എന്നുള്ളതാണ് പ്ലാൻ. ഇപ്പോൾ ഞങ്ങൾ പോകുന്നത് ജെംസ് ലേക്കിലേക്കാണെങ്കിൽ കൂടി സ്ഥലം നമ്മൾ ക്യാമ്പിങ് ചെയ്യുന്നതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നാരോ ഹിൽസ് പ്രൊവിൻഷ്യൽ പാർക്ക് എന്ന് പറഞ്ഞ സ്ഥലത്താണ്. അപ്പോൾ എൻ്റെ ലൈഫിൽ ഫസ്റ്റ് എക്സ്പീരിയൻസ് ആയതുകൊണ്ട് ക്യാമ്പിങ് കാര്യങ്ങളുണ്ട്. എൻ്റെ അനിയന്മാരൊക്കെ ഇങ്ങനെ കുറേ എടുത്ത് ടെൻ്റൊക്കെ ആയിട്ട് പോകണമൊക്കെ ഞാൻ ഓർക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ വിചാരിക്കും, ദൈവമേ എനിക്കൊന്നും പോകാൻ പറ്റില്ലല്ലോ എന്ന്. അപ്പോൾ ഇവിടെ വന്നതിന് ശേഷം ഇതൊക്കെയാണ് ഇവിടുത്തെ ലൈഫ് സ്റ്റൈലിൻ്റെ രീതികൾ. ഇവിടെ ക്യാമ്പിങ്, പിന്നെ കുറേ ഇങ്ങനത്തെ ലോങ് റോഡ് ട്രിപ്സ്, അങ്ങനത്തെ കാര്യങ്ങളൊക്കെയാണ് ഇവിടുത്തെ എന്ന് പറയുന്നത്. പിന്നെ ബീച്ച്. ഇപ്പോൾ നമ്മൾ സ്പ്രിങ് സീസണിലേക്ക് കടന്നേക്കാണ്. എന്നാലും കൂടി നല്ല തണുപ്പുണ്ട്. ഇപ്പം ഞങ്ങൾക്ക് ഇവിടുത്തെ ക്ലൈമറ്റ് എന്ന് പറയുന്നത് 8 ആണ്. അപ്പോൾ അത്യാവശ്യം നല്ല തണുപ്പുണ്ട്. പോരാത്തതിന് ചെറിയൊരു മഴക്കാറും പിന്നെ ചെറിയ ചാറ്റൽ മഴയൊക്കെ നിൽക്കുന്നുണ്ട്. അപ്പോൾ അറിയില്ല എങ്ങനെയാണ് ക്യാമ്പിങ്. എല്ലാവരും ടെൻ്റൊക്കെ വാങ്ങി സെപ്പറേറ്റ് ടെൻ്റൊക്കെ വാങ്ങിയിട്ടുണ്ട്. പിന്നെ എല്ലാവരും ഫുഡ് ഐറ്റംസ് ഒക്കെ കുറച്ച് പ്രിപ്പയർ ചെയ്ത് കൊണ്ടുവന്നിട്ടുണ്ട്. പിന്നെ നമുക്ക് അവിടെ ചെന്ന് കുക്ക് ചെയ്യാനുള്ളതൊക്കെ ഉണ്ട്. സ്റ്റൗവ് കാര്യങ്ങളൊക്കെ നമ്മൾ എടുത്തിട്ടുണ്ട്. അപ്പോൾ ഓക്കെ, ആദ്യം ഞങ്ങൾ ജെംസ് ലേക്കിൽ തന്നെ ക്യാമ്പിങ് ചെയ്യാമെന്നായിരുന്നു വിചാരിച്ചത്. പക്ഷെ നമുക്കത്ര സേഫായിട്ട് തോന്നിയില്ല. എന്ന് വെച്ചാൽ അവിടെ ബെയർ അറ്റാക്ക് ഉണ്ടാകാൻ സാധ്യതയുണ്ട്. അപ്പോൾ അതൊക്കെ കൊണ്ട് തന്നെ ഞാനപ്പോൾ അതിൽ കുറേ സാധനങ്ങൾ ആ ഒരു ലേക്കിൽ, നമ്മുടെ ജെംസ് ലേക്കിൽ വരുന്നവർ കൊണ്ടുവരേണ്ട ലിസ്റ്റ് ഉണ്ട് സാധനങ്ങൾ. എന്ന് വെച്ചാൽ ക്യാമ്പിങ്ങിന് ടെൻറ്റ്, അങ്ങനെ ഒരു പോർട്ടബിൾ ടോയ്ലറ്റ് കാര്യങ്ങളൊക്കെ. അപ്പോൾ ഞാൻ അതിൽ വായിച്ചപ്പോഴത്തേക്കും അവർ ലിസ്റ്റിൽ ഒരു കാര്യം എഴുതിയിട്ടുണ്ടായിരുന്നു, ബെയർ സ്പ്രേ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ. അപ്പോൾ ബെയർ സ്പ്രേ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ബെയർ അറ്റാക്ക് തടയാനായിട്ടുള്ളൊരു ഇതായിട്ടാണ്. പിന്നെ ഞങ്ങളത് മാറ്റി പിടിച്ചതാണ് ഇപ്പോൾ നാരോ ഹിൽസ് എന്ന് പറയുന്ന പ്രൊവിൻഷ്യൽ ഏരിയയിൽ പോയി ക്യാമ്പിങ് ചെയ്യാന്നുള്ളത്. അപ്പോൾ എന്ന് വെച്ചാൽ കുട്ടികളും കാര്യങ്ങളൊക്കെ ഉള്ളപ്പോൾ നമ്മൾ റിസ്ക് എടുക്കരുതല്ലോ, അതുകൊണ്ട് ഞങ്ങൾ അങ്ങോട്ടാക്കി. നിങ്ങൾ വീഡിയോയിൽ കണ്ടില്ലേ, അതിപ്പോൾ ഒരു കാട് പ്രദേശമാണ് ഇത്. പക്ഷേ ഇവിടെയൊക്കെ ആണെങ്കിൽ കൂടി 1-2 വീട് വെച്ച് വീടുകളൊക്കെ ഉണ്ട് കേട്ടോ അവിടെ. ഞങ്ങളിപ്പോൾ റോഡിലൂടെ പോകുമ്പോൾ നമുക്കിങ്ങനെ ബോർഡ് കാണാം, ഗ്യാരേജ് സെയിൽ എന്നൊക്കെ എഴുതി വെച്ചിരിക്കുന്നത്. അപ്പം നമ്മൾ ഇവിടെ ഇനി വീടോ എന്നുള്ളൊരു ചിന്താഗതി വരും മനസ്സിൽ. പക്ഷേ വീടുകളുണ്ട്, ഇതിൻ്റെ ഇടയിൽ ഇങ്ങനെ കുഞ്ഞു വഴികളുണ്ട്. അപ്പോൾ അവിടെയൊക്കെ നമുക്ക് കാണാം നല്ല വമ്പൻ വീടുകളൊക്കെ വെച്ചിട്ട് കുറേ കാറുകളൊക്കെ വാതിക്കയിലിട്ടിട്ട് ജീവിക്കുന്ന ആൾക്കാർ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കംപ്ലീറ്റ്ലി സിറ്റി ലൈഫിൽ നിന്ന് മാറി റിമോട്ട് ഏരിയ പോലത്തെ സ്ഥലങ്ങളിൽ. പക്ഷെ അവർക്കിവിടെ കുറേ കൃഷികളും കാര്യങ്ങളൊക്കെ ഉണ്ട്. ആ സീസണൊക്കെ ഇപ്പോൾ ഓണാകാൻ പോവാണ്. ഇപ്പം തന്നെ ഇവിടെ കുറേ കൃഷികൾ സ്റ്റാർട്ട് ചെയ്യും. നമുക്കിപ്പോൾ ഇനി ഒരു പ്രശ്നമുള്ള കാര്യം, ആകെ നമുക്ക് പ്രശ്നമായിട്ട് തോന്നുന്ന കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ഇനി ഇവിടെ നിന്ന് 45 മിനിറ്റ്സും കൂടി ഓട്ടോ ഉണ്ട്. അപ്പോൾ ഇപ്പോൾ തന്നെ ഞങ്ങളുടെ ഫോണിലൊക്കെ നെറ്റ്വർക്ക് പോയിരിക്കുകയാണ്. അപ്പോൾ ഉണ്ടാകില്ലെന്നാണ് കേട്ടത്. ഒരു രീതിയിലും നെറ്റ്വർക്ക് കവറേജ് ഒന്നും ഉണ്ടാവില്ല. എല്ലാവരുടെ ഇപ്പോൾ പോകുന്ന എല്ലാവരും ഞങ്ങളിപ്പോൾ 5 ഫാമിലി ഉണ്ടെങ്കിൽ കൂടി ഞങ്ങൾ 3 ഫാമിലി സ്റ്റേ ഉള്ളൂ. ബാക്കി 2 ഫാമിലി തിരിച്ചു പോരും. അപ്പോൾ ഇത്രയും പേരുടെ ഫോൺ ഉണ്ടായിട്ടൊന്നും വലിയ ഗുണമൊന്നുമില്ല ഇനി ഒരു നാളെ ഉച്ചയ്ക്ക് വരെ. അപ്പോൾ
വെറുതെ ഫോട്ടോയും വീഡിയോ ഒക്കെ എടുക്കാം. അപ്പോൾ ഇതൊരു നെറ്റ്വർക്ക് കവറേജ് ഒക്കെ ഇല്ലാതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇവര് ഈ മൃഗങ്ങളും കാടുകളും ഇതിൻ്റെ ഇടയ്ക്കൊന്നും അവര് ഒരു രീതിയിലുള്ള ഹാംഫുൾ ആയിട്ടുള്ള ഒരു കാര്യങ്ങളും തന്നെ ഈ നമ്മൾ പോണ വഴിയിൽ നമുക്ക് ശ്രദ്ധിച്ചാൽ മനസ്സിലാവും, ഒന്നും തന്നെ ചെയ്യുന്നില്ല. അത്രത്തോളമാണ് നമ്മൾ ഇവിടുത്തെ കാടുകളൊക്കെ പ്രൊട്ടക്ട് ചെയ്യുന്നത്. ഒരു രീതിയിലുള്ള ഒരു സാധനങ്ങളും ഉപയോഗിക്കാനും പ്ലാസ്റ്റിക് മുതലായ സാധനങ്ങളൊന്നും ഉപയോഗിക്കാൻ പാടില്ല, അങ്ങനെയൊക്കെ ഉണ്ട്. ഇപ്പൊ നിങ്ങൾ കണ്ടതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞങ്ങള് ചെറുതായിട്ട് വഴിതെറ്റിയ ഒരു സീനാണ് കണ്ടത്. ഞങ്ങൾക്ക് സ്ഥിരം ഉള്ളതാണ്. ഒരു പ്രാവശ്യം ഞങ്ങൾ പോയപ്പോഴത്തേക്കും നേരെ എല്ലാരും കൂടി പോയ ഒരു 5 വണ്ടിയുണ്ട്. നേരെ പോയിട്ട് അറ്റത്തെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ബീച്ചിൽ കൊണ്ട് നിർത്തിയേക്കാം. അപ്പുറത്ത് ഇപ്പുറത്തെ എല്ലാം വെള്ളം. പിന്നെ ബാക്ക് അടിക്കുക എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ സ്പേസും ഇല്ലായിരുന്നു. ഒരു വിധമാണ് ഞങ്ങളെല്ലാം ബാക്ക് അടിച്ച് തിരിച്ചു പോകുന്നത്. അപ്പൊ അതേപോലെ തന്നെ ഞങ്ങള് സ്ഥിരമുള്ള പണിയായത് കാരണം ഈ പ്രാവശ്യം ഒരു പ്രാവശ്യം വഴിതെറ്റിച്ചിട്ടുണ്ട്. ഇപ്പൊ ഞങ്ങൾ പോകാൻ പോണ സ്ഥലം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ജംസ് ലേക്കില് നമുക്ക് ഫിഷിങ്ങും ഹണ്ടിങ്ങും ഒക്കെ ഉള്ള ലൈസൻസ് ഉള്ള ആൾക്കാരാണെന്നുണ്ടെങ്കിൽ ചെയ്യാട്ടോ. പിന്നെ അവരൊരു സ്പെസിഫിക് ഏരിയ പറയും, ഇന്ന സ്ഥലങ്ങളിൽ ഹണ്ടിങ് പാടില്ല എന്നുള്ളത്. അപ്പോൾ ഇപ്പൊ ഞങ്ങളിപ്പോ ഇനിയൊരു 25 മിനിറ്റ്സും കൂടി ഓട്ടോ ഉണ്ട്. അപ്പൊ ഞങ്ങൾ പോകുന്ന ഈ വഴിയിൽ ഇവിടെ ഇപ്പോൾ ഒരു ബോർഡ് കണ്ടതാണ്. ഈ ഒരു ഏരിയയിൽ ഒരു 400 മീറ്റേഴ്സ് ഏരിയയിൽ ഹണ്ടിങ് പാടില്ല എന്ന് എഴുതി വെച്ചിട്ടുണ്ട്. അപ്പോൾ അതർ ദാൻ ഈ സ്ഥലങ്ങളിൽ അല്ലാതെ നമുക്ക് ഹണ്ടിങ് ചെയ്യാം. പക്ഷെ ഇവിടെ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കമ്പൽസറി ആയിട്ട് ലൈസൻസ് ഉണ്ടായിരിക്കണം ഹണ്ടിങ് ചെയ്യാനായിട്ട്. ഇപ്പോൾ ഞങ്ങൾ പോകുന്ന റോഡാണ് ഇപ്പം ഞാൻ കാണിച്ചത്. വെച്ചാൽ ഇനിയുള്ള റോഡ് അങ്ങനെയാണ്, ചെള്ള കുത്തി കിടക്കുവാണ് മൊത്തം. അപ്പോൾ വണ്ടിയൊക്കെ എല്ലാം ചെളിയായി ഇപ്പം മൊത്തത്തിൽ. പിന്നെ ഞാൻ കാണിച്ച വീഡിയോ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കാട്ടുതീ പിടിക്കുമല്ലോ, അങ്ങനെ കത്തി നശിഞ്ഞ മരങ്ങളാണ് ഇപ്പം ഞാൻ ആ വീഡിയോയിൽ കാണിച്ചത്. ഞങ്ങളിപ്പോൾ വണ്ടി ഓടിച്ചിട്ട് പോകുന്നപ്പോൾ ഒരു ബെയറിനെ കണ്ടു. പക്ഷെ വീഡിയോ എടുക്കാൻ പറ്റില്ല. ബെയർ എന്ന് പറഞ്ഞപ്പോൾ എല്ലാവരും കൂടി അങ്ങോട്ട് വെച്ചെടുത്ത് നോക്കിയുള്ളതാണ്, അല്ലാണ്ട് വീഡിയോ കിട്ടിയിട്ടുണ്ടാവുമെന്ന് എനിക്കറിയില്ല. ഇപ്പം ആർക്കും തമ്മിൽ ഫോൺ ചെയ്യാൻ പറ്റാത്ത കാരണം ഫ്രണ്ടിലെ വണ്ടി ഉള്ള ചേച്ചിക്കൊക്കെ ചിലപ്പോൾ കിട്ടിയിട്ടുണ്ടാവും. ഞാൻ എന്തായാലും അവർക്ക് വീഡിയോ കിട്ടിയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഇതിൽ അപ്ലോഡ് ചെയ്യുന്നതാണ്. അപ്പോൾ ഞാൻ അതുകൂടാതെ ഞാൻ മൂസിനെ കണ്ടായിരുന്നു കേട്ടോ വന്ന വഴി. എനിക്കിവിടെ കണ്ടതിൽ ഏറ്റവും അതിശയമായിട്ട് തോന്നിയെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പം ഞങ്ങൾ പോണ വഴിയിൽ ഇതിപ്പോൾ ബെയറിനെ മൂസിനെയൊക്കെ കണ്ടു എന്ന് പറഞ്ഞല്ലോ. ഇതിൻ്റെ തൊട്ട് അടുത്ത് ഞാൻ നോക്കിയപ്പോൾ ഒരു റിസോർട്ട് എന്ന് പറഞ്ഞ വലിയ ബോർഡൊക്കെ വെച്ചേക്കും. അപ്പോൾ ആ റിസോർട്ടിലൊക്കെ വരുന്ന ആൾക്കാർ എങ്ങനെ മനസ്സമാധാനത്തോടെ ഉറങ്ങും എന്നുള്ളതാണ് ഇപ്പം എൻ്റെ ചിന്ത. എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതിപ്പോൾ മാനെന്ന് പറയുന്നത് ഇവിടെ കോമൺ ആണ് കേട്ടോ. ഞങ്ങളുടെ അപ്പാർട്ട്മെൻറ്റിൻ്റെ ആ ഏരിയയിലൊക്കെ മാനിനെയൊക്കെ ഞങ്ങൾ കണ്ടിട്ടുണ്ട്. പിന്നെ മുയലൊക്കെ വെറും നമ്മുടെ പാർക്കിംഗ് ലോട്ടിലൊക്കെ ഓടി ഉടക്കും, കാട്ടുമുയൽ, നല്ല വലിയ മുയലുകളൊക്കെ. അപ്പോൾ ഇവിടെ വന്നിട്ട് ബെയറിനെ കണ്ടപ്പോൾ ഞാൻ പേടിച്ചു കിട്ടും. എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എന്ന് വെച്ചാൽ കുഞ്ഞി ബെയറാണ്. എല്ലാം നമ്മുടെ നാട്ടിലെ ബെയർ പോലെയൊന്നും അല്ല. ഇവിടത്തേക്ക് നല്ല ബോൺവിറ്റിയ ഹോർലിക്സ് ഒക്കെ കഴിച്ച പോലത്തെ നല്ല ഗുണ്ടൂസ് പോലത്തെ ബെയറാണ്. അപ്പോൾ അത് കുഞ്ഞായിരുന്നു. അപ്പോൾ അത് ഫ്രണ്ടിലെ ചേച്ചിയുടെ വണ്ടിയുടെ വട്ടത്തിൽ അങ്ങോട്ട് ഓടി. പിന്നെ കുറച്ചു നേരം അവിടെ കിടന്ന് കറങ്ങി. പിന്നെ അത് വീഡിയോ എടുക്കാൻ പറ്റിയില്ല, ഭയങ്കര നഷ്ടമായി പോയി. അങ്ങനെ 3.5 മണിക്കൂർ യാത്രയ്ക്ക് ശേഷം ഞങ്ങൾ ജംസ് ലേക്ക് എത്തി കേട്ടോ. അപ്പോൾ ഞാൻ കാറിൽ നിന്ന് ഇറങ്ങിയപ്പോൾ എൻ്റെ അടുത്ത് എൻ്റെ മോൾ വന്നിട്ട്, അമ്മ ഞങ്ങൾ ബെയറിനെ കണ്ടു. അപ്പോൾ ഞാൻ പറഞ്ഞു, അത് ഞങ്ങളും കണ്ടായിരുന്നു, ആൻറ്റിയുടെ കാറിൻ്റെ ഫ്രണ്ടിൽ ഓടിയതല്ലേ. അല്ലമ്മ ഞങ്ങൾ വേറെ ബെയറിനെയും കണ്ടു. ദൈവമേ എന്നുള്ള വിളിയായിരുന്നു. പിന്നെ എൻ്റെ ഇവിടെ എങ്ങനെ കഴിച്ചു കൂട്ടും എന്നുള്ളൊരു ചിന്തയായിരുന്നു. ഈ കാണുന്ന ആൾക്കാരാണ് കേട്ടോ എനിക്ക് ഇവിടെ ഉള്ള ആളുകളൊക്കെ. നമ്മുടെ നാട് വിട്ട് കഴിഞ്ഞാൽ നമുക്കിവിടെ ആരെങ്കിലുമൊക്കെ വേണ്ടേ. അതുകൊണ്ട് ഇങ്ങനെ കുറച്ച് ഫേവറേറ്റ് പീപ്പിൾസ് ഉണ്ട് എനിക്കിവിടെ. അപ്പം അവരുടെ കൂടെയാണ് ഞങ്ങൾ ട്രിപ്പ് കാര്യങ്ങളൊക്കെ പോവാറ്. ഇതാണ് ജംസ് ലേക്ക് കേട്ടോ. ഭയങ്കര സൈലൻ്റായിട്ടുള്ള അന്തരീക്ഷമാണ് കേട്ടോ ഇവിടെ മൊത്തം. നമ്മൾ പ്രകൃതി രമണീയമായ അന്തരീക്ഷം എന്നൊക്കെ പറയില്ലേ. പിള്ളേരാണെങ്കിലും കളിയും കാര്യങ്ങളൊക്കെ ഇട്ട് അവർ കുറേ നാളുകൾക്ക് ശേഷം പുറത്തിറങ്ങുന്നത്. പക്ഷേ വിൻ്ററിന് നമ്മൾ വീടിൻ്റെ അകത്ത് തന്നെ ഇരിപ്പാണല്ലോ. അതിനുശേഷം പിള്ളേർക്ക് ഒരു റിലീഫാകട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് ഞങ്ങൾ
നമ്മൾ വിൻ്റർ കഴിഞ്ഞാൽ എങ്ങോട്ടെങ്കിലും ഒന്ന് പോയാൽ മതി എന്നുള്ള ഇതിലായിരിക്കും. എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വിൻ്റർ ടൈമിൽ നമ്മൾ പുറത്തോട്ട് ഇറങ്ങണതൊക്കെ വളരെ കുറവാണ്. എന്ന് വെച്ചാൽ നമ്മൾ ജോലിക്ക് പോകുന്ന ആൾക്കാരാണെന്നുണ്ടെങ്കിൽ അങ്ങനെ, പിന്നെ വല്ല ഗ്രോസറി ഷോപ്പിംഗ്, അതല്ലാണ്ട് ഇവിടെ വിൻ്റർ ആക്ടിവിറ്റീസൊക്കെ വളരെ കുറവാണ്. ഇൻഡോർ ആക്ടിവിറ്റീസ് കുറേ ഉണ്ട്. ഇവിടെ ഹൈക്കിങ്ങിന് വേണ്ടി കുറച്ച് ആളുകൾ വന്നതായിട്ട് നമ്മൾ കണ്ടു, ഇവിടെയുള്ള ആളുകൾ. അപ്പോൾ അല്ലാതെ വേറൊറ്റ മനുഷ്യരെ ഞങ്ങൾ ജംസ് ലേക്കിൽ കണ്ടില്ല കേട്ടോ. അപ്പോൾ പൊതുവേ ജംസ് ലേക്കിനെ കുറിച്ച് ഞങ്ങളിവിടെ സംസാരിച്ചപ്പോൾ മലയാളികൾ നമ്മുടെ ഇവിടെയുള്ള ആളുകൾക്കൊക്കെ ജംസ് ലേക്ക് ആദ്യമായിട്ടാണ് അവർ കേൾക്കുന്നത് കേട്ടോ. അപ്പോൾ ഇവിടെ ഉള്ള ആരെങ്കിലും എൻ്റെ വീഡിയോ ആണെന്നുണ്ടെങ്കിൽ അടിപൊളി സ്പോട്ടാണ് ജംസ് ലേക്ക്. ബെയർ അറ്റാക്ക് പ്രതീക്ഷിച്ചിട്ട് വേണം നമ്മൾ ഇവിടെ വരാനായിട്ട്. എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞങ്ങൾ ഇവിടെ ഹൈക്കിങ്ങിന് വന്ന ആൾക്കാരോട് സംസാരിച്ചപ്പോഴത്തേക്കും അവർ പറഞ്ഞതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ബെയർ സ്പ്രേ കരുതിയിട്ട് വേണം ഇങ്ങനെയുള്ള സ്ഥലങ്ങളിലേക്ക് വരാനെന്നാണ് പറഞ്ഞത്. നമ്മൾ മലയാളികളായത് കാരണം നമ്മൾ എന്ത് ബെയർ എന്നുള്ള രീതിയിലാണ് വന്നത് കേട്ടോ. അപ്പോൾ ഇതൊക്കെയാണ് ഇവിടുത്തെ ആക്ടിവിറ്റീസ്. ലേക്കിൽ വന്നിട്ട് അവർ ആ വഞ്ചിയും വലിച്ച് അങ്ങോട്ട് അപ്പുറത്തേക്ക് കരയിലേക്ക് പോയി. ആ കാണുന്ന പേ ഫോൺ കണ്ടോ, സസ്കറ്റലിൻ്റെ, അതിലൂടെ വേണം ഈ പ്രദേശങ്ങളിലെ ആളുകൾ ഫോൺ ചെയ്യുന്നത്, പുറമേയുള്ള ആളുകളെ. എന്ന് വെച്ചാൽ ഇവിടെ റേഞ്ച് ഇല്ല, നെറ്റ്വർക്ക് കവറേജ് ഒന്നുമില്ല. അപ്പോൾ അതാണ് ഉപയോഗിക്കുന്നത്. ഇത് ഞങ്ങൾ റെസ്റ്റോറൻറ്റ് ആൻഡ് സ്റ്റോർ എന്ന് പറഞ്ഞാൽ ഇവിടെ ഒരു പെട്രോൾ പമ്പ് ഉണ്ട്, അവിടെ വന്ന് പെട്രോൾ അടിക്കാൻ വന്നതാണ് കേട്ടോ. അപ്പോൾ ഇത് ആണ് ഞങ്ങൾ ക്യാമ്പിങ് ചെയ്ത സ്ഥലം, നാരോ ഹിൽസ് പ്രൊവിൻഷ്യൽ പാർക്ക്. അപ്പോൾ ഇവിടെ വന്ന് ഞങ്ങൾ ഓഫീസിൽ കയറി. നമ്മൾ ടെൻറ്റ് അടിക്കുന്ന ഭാഗം ഏതാണെന്നുള്ളത് നമ്മൾ ക്ലിയർ ചെയ്യാനായിട്ട് വന്നു. അപ്പോഴത്തേക്കും നമ്മളെ ടൈമൊക്കെ കഴിഞ്ഞു, എന്താണ് ഓഫീസ് അടച്ചു പോയായിരുന്നു. എന്നാലും ഞങ്ങളുടെ സ്പോട്ട് ഞങ്ങൾക്ക് അറിയാവുന്നത് കൊണ്ട് ഞങ്ങൾ വന്നു, ടെൻ്റ് അടിച്ചു. ഇതാണ് കേട്ടോ ഞങ്ങൾ ഈ ഒരു ഏരിയ മൊത്തം ഞങ്ങളുടെയാണ്, ഈ കാട്ടിനുള്ളിലെ ഈ ഏരിയ മൊത്തം. നമുക്ക് ടോയ്ലറ്റൊക്കെ ഉണ്ട് കേട്ടോ, അപ്പുറത്തെ ഒരു വശത്തായിട്ട് ടോയ്ലറ്റുണ്ട്. പക്ഷേ കുറച്ചങ്ങോട്ട് പോകണം. അത് ഞങ്ങൾ പിറ്റേ ദിവസമാണ് ആ ടോയ്ലറ്റ് കണ്ടുപിടിച്ചത്. അപ്പോൾ ഇതാണ്. അപ്പോൾ രാത്രി നമുക്ക് വെട്ടത്തിൻ്റെ കുറവ് വളരെ കുറവായിരുന്നു കേട്ടോ. അതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞങ്ങൾ കുഞ്ഞ് 2-3 ലൈറ്റായിട്ടാണ് വന്നത്. അപ്പോൾ ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. കാരണം കാറിൻ്റെ ലൈറ്റൊക്കെ ഓൺ ചെയ്തിട്ടിട്ടാണ് ഞങ്ങൾ ടെൻറ്റ് കാര്യങ്ങൾ അടിച്ചത്. അപ്പോൾ രാത്രിയിലെ വീഡിയോസ് നിങ്ങൾക്ക് അത്ര ക്ലിയർ ആണോ എന്ന് എനിക്കറിയില്ല, പക്ഷേ നമുക്ക് നല്ല തണുപ്പായിരുന്നു കേട്ടോ. നമ്മൾ ഒരു വൈകുന്നേരം മുതൽ അടിച്ചിട്ട് ടെൻ്റൊന്നും അടിക്കാൻ അറിയാൻ പാടില്ലാത്ത ആൾക്കാരോടല്ല കുറേ നേരം എടുത്താണ് ടെൻ്റ് അടിച്ചത്. അപ്പോൾ എന്തായാലും ഒരു നമ്മളെ ലൈഫിൽ എക്സ്പീരിയൻസ് ചെയ്യേണ്ട ഒരു കാര്യം തന്നെയാണെന്നുള്ളത് പിന്നീട് മനസ്സിലാക്കി. പിന്നെ ഞങ്ങൾ കൊണ്ടുവന്ന ഫുഡൊക്കെ ചൂടാക്കിയും പിന്നെ ഫ്രൈ ചെയ്യാനൊക്കെ ചിക്കൻ കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെയായിരുന്നു പിന്നെ ഞങ്ങളുടെ പരിപാടി. പിള്ളേർക്ക് ആദ്യം ഭക്ഷണം കൊടുത്തു, ശേഷം ഞങ്ങൾ പിള്ളേർ ടെൻറ്റിൽ പോയി ഉറങ്ങിയതിന് ശേഷം ഞങ്ങളെല്ലാവരും കൂടി ഇരുന്ന് ഭക്ഷണം കഴിക്കുകയൊക്കെ ചെയ്തു. പിറ്റേന്ന് മോർണിംഗ് ഞങ്ങൾ ഒരു 50 അടി നടന്നാൽ ഇതാണ് ഞങ്ങൾക്ക് കാണാവുന്ന കാഴ്ച കേട്ടോ. അപ്പനും മക്കളും രാവിലെ എഴുന്നേറ്റ് പോയി നിൽക്കുവാണ് അവിടെ. അപ്പോൾ വണ്ടിയുടെ കോലം ഞാൻ ഇന്നലെ പറഞ്ഞായിരുന്നല്ലോ, ഓഫ് റോഡ് പോലെ വണ്ടി ഓടിയത്. അപ്പോൾ അങ്ങനെ ചെളികളൊക്കെ ആയി. ഇതാണ് രാവിലെ നിങ്ങൾക്ക് ഇപ്പം നല്ല ക്ലിയർ ആയിട്ട് കാണാമല്ലോ ടെൻറ്റും കാര്യങ്ങളൊക്കെ. അപ്പോൾ ഇത് ഞങ്ങൾ രാവിലെ ബ്രേക്ക്ഫാസ്റ്റിന് ഞങ്ങൾ കുറച്ച് മുട്ടയും ബ്രെഡൊക്കെയാണ് കൊണ്ടുവന്നത്. ബിഗ് ബോസ് കാണുന്നവർക്കറിയാം, അതിൻ്റെ ചെറിയൊരു മോർണിംഗ് വേർഷൻ വെറുതെ ബിഗ് ബോസ് എന്ന് പറഞ്ഞേ ഉള്ളൂ. ഈ മോർണിംഗ് ബ്രേക്ക്ഫാസ്റ്റിൻ്റെ ടൈമിൽ അതാണ് നിങ്ങൾ ഈ കാണുന്നത്. ബിഗ് ബോസിലുണ്ടായ പോലെ പൊട്ടിയിട്ട് എന്താ പാനിനെ കുറ്റം ഞങ്ങളുടെ ബ്രേക്ക്ഫാസ്റ്റ് കഴിഞ്ഞതിന് ശേഷം 1 മണിക്കൂർ കഴിഞ്ഞപ്പോഴത്തേക്കും ഞങ്ങൾ ടെൻ്റ് അഴിച്ച് എല്ലാ സാധനങ്ങളും പുറത്തെടുത്തതെല്ലാം തിരിച്ച് വണ്ടിയിലേക്ക് കയറ്റി തുടങ്ങി. എന്ന് വെച്ചാൽ നമ്മളുടെ ടൈം അവർ അലോട്ട് ചെയ്തേക്കുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു 12 PM ആഫ്റ്റർനൂണിന് കയറിയാൽ പിറ്റേ ദിവസം 12 PM ആഫ്റ്റർനൂൺ വരെ ഒരു ദിവസത്തേക്കാണ് നമുക്ക് ഈ ഏരിയ. മുൻപ് തന്നെ നമ്മൾ ബുക്ക് ചെയ്തിടണം ഇവിടെ വരുന്നതിന് മുമ്പാട് ആ ഒരു ഏരിയ. പിന്നെ ഞങ്ങൾ പോകുന്ന വഴിയിൽ ഞങ്ങൾ ഓഫീസിൽ കയറുണ്ടായിരുന്നു. എന്ന് വെച്ചാൽ ഞങ്ങൾ വന്നപ്പോഴത്തേക്കും ഇവിടെ ഓഫീസിൽ കയറാൻ പറ്റിയില്ലല്ലോ, അതുകൊണ്ട് നമ്മൾ ഓഫീസിൽ കയറി. അപ്പോൾ ഓഫീസിൽ കയറി അതിൻ്റെ അകത്ത് ഞങ്ങൾക്ക് കാണാൻ പറ്റിയത്
ഞാൻ ഇതുവരെയും ജീവിതത്തിൽ കണ്ടിട്ടില്ല ഇങ്ങനെ ഡെഡ് ആനിമലിനെ സ്റ്റഫ് ചെയ്ത് വെച്ചിരിക്കുകയാണ്. ഇതൊരു മൂസിൻ്റെ ഒരു കഴുത്ത് കഴിഞ്ഞ് ഒരു പകുതി ഭാഗം സ്റ്റഫ് ചെയ്ത് വെച്ചിരിക്കുക. നമുക്ക് ഇതിപ്പോൾ ഡെഡ് ആനിമലാണെന്ന് എനിക്കറിയാം, എന്ന് കൂടി എനിക്ക് പേടിയാവുമായിരുന്നു അതിൻ്റെ അടുത്ത് നിൽക്കാനായിട്ട്. അത്രയും നല്ല ഒറിജിനൽ. ഇതും ഒരു ഔളിനെ സ്റ്റഫ് ചെയ്തിരിക്കുകയാണ് ഡെഡ് ഒറിജിനലി നമ്മൾ കാണുന്ന ഒരു പെർഫെക്ഷൻ ഉണ്ടല്ലോ, അതേപോലെ തന്നെയാണ് അവരത് സ്റ്റഫ് ചെയ്ത് വെച്ചിരിക്കുന്നത്. ഇതേപോലെ തന്നെ എനിക്കൊരു മാനിനെ കൂടി ഇങ്ങനെ സ്റ്റഫ് ചെയ്ത് വെച്ചത് കാണാൻ സാധിച്ചു. പക്ഷെ മാനിന് കണ്ടപ്പോൾ എനിക്ക് അത്ര വലിയ പുതുമ തോന്നിയില്ല. എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞങ്ങൾ കുട്ടികളെ വിടാൻ പോകുമ്പോഴത്തേക്കും ഈ മാനുകൾ പലയിടത്തും നിൽക്കുന്നതായിട്ട് കാണാറുണ്ട്. അപ്പോൾ അത് എന്നായാലും വലുപ്പത്തിൽ ഭയങ്കര വലുതായിരുന്നു കേട്ടോ. എല്ലാം മൂസൊക്കെ കണ്ടപ്പോൾ കിടുങ്ങിപ്പോയി. ഇത് ഒരു വൈറ്റ് സ്ക്യൂരലാണ് കേട്ടോ. ഇതിനെയും സ്റ്റഫ് ചെയ്ത് വെച്ചിരിക്കുവാണ്. കുട്ടികൾക്കൊക്കെ ഭയങ്കര പേടിയായിരുന്നു കേട്ടോ കണ്ടപ്പോൾ. എനിക്ക് തന്നെ പേടിയായിരുന്നു. പക്ഷേ ഞാനിപ്പോൾ നിങ്ങളെ കാണിക്കുന്ന പോലെയല്ല, എൻ്റെ അടുത്ത് നിൽക്കുമ്പോൾ നമുക്ക് ഭയങ്കരമായ പേടി വരും. പിന്നെ എൻ്റെ ഒരാഗ്രഹം സാധിച്ചു കേട്ടോ. കണ്ടോ, ആരാണെന്ന് മനസ്സിലായല്ലോ, കരടിയാണ്. ഞങ്ങൾ പോകുന്നതിൻ്റെ കുറച്ചങ്ങോട്ട് ഓടിക്കഴിഞ്ഞപ്പോൾ തന്നെ ഒരു കരടി അവിടെ നിൽപ്പുണ്ടായിരുന്നു. ഞാൻ തന്നെ കണ്ടു, ഞാൻ തന്നെ വീഡിയോ എടുത്തു. നമ്മളെല്ലാവരും യാത്ര ചെയ്യാൻ ഇഷ്ടമുള്ളവരാണ്. പക്ഷേ ആ യാത്രയിൽ എത്രത്തോളം റിസ്ക് ഉണ്ടെന്നുള്ളത് മനസ്സിലാക്കി മാത്രം യാത്ര ചെയ്യുക, പ്രത്യേകിച്ച് കുട്ടികൾ നമ്മുടെ കൂടെ ഉള്ളപ്പോൾ. അപ്പോൾ എല്ലാവർക്കും എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു. ഇഷ്ടപ്പെട്ടു എന്നുണ്ടെങ്കിൽ ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്. താങ്ക് യു ഫോർ വാച്ചിങ് മൈ വീഡിയോ.